إن الحمد لله نصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 185ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലു നഫ്സിൻ, ഓരോ ആത്മാവും അല്ലെങ്കിൽ ഓരോ ദേഹവും ദാഇഖത്തുൽ മൗത്ത്, മരണം രുചിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ മരണപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇന്നമാ തുവഫൂന ഉജൂറഹും, വഇന്നമാ നിശ്ചയമായും അത് കാര്യം, തുവഫൂന പൂർത്തീകരിച്ചു നൽകപ്പെടും, ഉജൂറഹും അവർക്കുള്ള പ്രതിഫലം യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവർക്ക് പ്രതിഫലം പൂർത്തീകരിച്ചു നൽകും. അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അത് യൗമൽ ഖിയാമത്തിൽ അവർക്ക് പൂർത്തീകരിച്ചു നൽകും. ഫമൻ സുഹ്സിഹ അനിൻ നാർ, എന്നിട്ടല്ല പറയുകയാണ്, ഫമൻ, അപ്പോൾ ആര്, സുഹ്സിഹ അനിൻ നാർ, നരകത്തെ തൊട്ട് അത് മാറ്റി നിർത്തപ്പെടുന്നത്, നരകത്തിൽ നിന്നും ആര് മാറ്റി നിർത്തപ്പെടുന്നുവോ, വഉദ്ഖിലൽ ജന്ന, ആര് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നുവോ, ഫഖദ് ഫാസ്, അവൻ ഭാഗ്യം പ്രാപിച്ചിരിക്കുകയാണ്, അവനാണ് മഹാഭാഗ്യവാൻ, അവനാണ് മഹാഭാഗ്യവാൻ എന്നാണല്ലോ പറയുന്നത്. നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നവൻ, സ്വർഗപ്രവേശനം ലഭിക്കുന്നവനാണ് മഹാഭാഗ്യവാൻ. അതിനുവേണ്ടി ഐഹികമായ ഈ ദുനിയാവിൽ നിന്നും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നാം യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ നല്ല ശുദ്ധമായ നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള വിശ്വാസം വെച്ചു പുലർത്തേണ്ടതുണ്ട്. നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. കൃത്യമായും നാം നമസ്കാരം നിലനിർത്തേണ്ടതുണ്ട്. അതൊക്കെയും ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അത് മാത്രമല്ല പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹികമായ ഈ ജീവിതം, ഈ ലോക ജീവിതമല്ല, ഇല്ലാ മതാഉൽ ഗുറൂർ, അത് വഞ്ചനയുടെ ഒരു വിഭവമല്ലാതെ അല്ല, അതൊരു വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു എന്നാണല്ലോ പറയുന്നത്. അത് വഞ്ചിക്കുന്ന ഒരു വിഭവമാണ് എന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ ആ രൂപത്തിൽ ഈ ദുനിയാവിനെ സൂക്ഷിക്കണം, അതിന്റെ വഞ്ചനയെ, ചതിയെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഐഹികമായ ദുനിയാവ് പലതരത്തിലുള്ള ഭംഗികൾ കാണിച്ചുകൊണ്ടും ആഘോഷങ്ങളും അതുപോലെയുള്ള കളികളും വിനോദങ്ങളിലും ഏർപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ തെറ്റിലേക്കും വഴികളിലേക്കും നയിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് അലങ്കരിച്ചു നിർത്തിയിരിക്കുന്നത്. ആ അലങ്കാരത്തിൽ പെട്ടുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസം കൈവിടുകയോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും തെറ്റി സഞ്ചരിക്കാനോ പാടില്ല. ഈ ദുനിയാവിന്റെ വഞ്ചനയിൽ അകപ്പെടാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഉണർത്തുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.